ഈശോയുടെ സ്നേഹത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് നമ്മളെ കരുതും, വല്ലാതെ കരുതും. നമ്മുടെ നെടുവീർപ്പുകൾ പോലും ഈശോയ്ക്ക് അറിയാൻ പറ്റും. നമ്മുടെ കുഞ്ഞു ആവശ്യങ്ങളും വലിയ ആവശ്യങ്ങളും എല്ലാം കർത്താവിന് അറിയാൻ പറ്റും. നമ്മൾ ഈശോയെ ഒന്ന് സീരിയസ് ആയിട്ട് കണ്ടു കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് വേണ്ടതെല്ലാം അവൻ പ്രൊവൈഡ് ചെയ്യും. പക്ഷേ ഈശോയുടെ കരുതലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളത് തരുള്ളൂ. ആവശ്യത്തിൽ കൂടുതലൊന്നും നമുക്ക് തരില്ല. നമുക്ക് എന്താണോ അത്യാവശ്യമുള്ള കാര്യങ്ങൾ കർത്താവ് നമുക്ക് തരും. പല ആളുകളും അച്ഛനടുത്ത് വന്നിട്ട് പറയും, അച്ഛാ കടബാധ്യതയാണ്, അതാണ്, ഇനിയിപ്പോൾ മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് അറിയത്തില്ലെന്ന് പറയും. അപ്പോൾ അച്ഛൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഇതുവരെ കർത്താവ് നിങ്ങളെ എന്തെങ്കിലും കാര്യത്തിൽ മുട്ടിച്ചോ? നിങ്ങൾ ഭക്ഷണമില്ലാതിരുന്നോ? നിങ്ങൾക്ക് വീടില്ലാതിരുന്നോ? താമസിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഇല്ല അച്ഛാ. ഇപ്പം ഞാൻ പറയും, ഇനിയും മുന്നോട്ട് കർത്താവ് നയിക്കും. അപ്പോൾ അവർ പറയും, അച്ഛാ ശരിയായിരുന്നു, അതാണ് കർത്താവ് ഇത്രയും നാളും നയിച്ചു, ഇനിയും മുന്നോട്ട് നയിക്കുക വെച്ചോ. നോക്കിയേ, കർത്താവ് നമ്മളെ കരുതുന്നുണ്ടെന്നേ. എല്ലാവരെയും കർത്താവ് കരുതുന്നുണ്ട്. കർത്താവ് കരുതിയില്ലായിരുന്നെങ്കിൽ നമ്മൾ ആരും എന്നിവിടെ ജീവിച്ചിരിക്കില്ല. കർത്താവ് നമ്മളെ എല്ലാ കാര്യത്തിൽ നിന്നും കരുതി സംരക്ഷിച്ച് വഴിനടത്തി ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കാൻ തന്നെ കാര്യം. നോക്കിയേ, വചനം പറയുന്നുണ്ടല്ലോ, ജോഷുവ 1:9. ജോഷയെ ബലപ്പെടുത്തിക്കൊണ്ട് കർത്താവ് പറയുന്ന വചനമാണിത്: ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ജോഷയോട് പറയും, നീ പോകുന്നിടത്തെല്ലാം കർത്താവ് നിന്റെ കൂടെ ഉണ്ടായിരിക്കും. അച്ഛനെ കേൾക്കുന്നവരോടും അച്ഛൻ പറയുകയാണ്, നീ പോകുന്നിടത്തെല്ലാം കർത്താവ് നിന്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന്. എല്ലായിടത്തും ഉണ്ടാവും. നീ ഉയർച്ചകളിലും നിന്റെ താഴ്ചകളിലും നിന്റെ സന്തോഷങ്ങളിലും നിന്റെ സന്താപങ്ങളിലും വിലാപങ്ങളിലും ദുഃഖങ്ങളിലും ഗത്സമന അനുഭവങ്ങളിലും എല്ലാം കർത്താവ് നിന്റെ കൂടെ ഉണ്ടാവും. ആരും നിന്നെ ഉപേക്ഷിച്ചിട്ട് തള്ളിപ്പോയാലും കർത്താവ് നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവുന്നേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ കൂടെ ആയിരിക്കുന്ന ഞങ്ങളെ കരുതുന്ന ദൈവമേ അങ്ങേക്ക് നന്ദി. നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മുടെ ആത്മാവ് കൊണ്ട് നമ്മൾ പറയണം. 1 പത്രോസ് 5:6 ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്: ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. താഴ്മയോടെ നിന്നാൽ മതി എന്ന്, എളിമയോടെ നിന്നാൽ മതി. യെശയ്യാ 66:2 പറയില്ലേ, ആത്മാവിൽ എളിമയും അനുതാപം ഉണ്ടായിരിക്കും, എൻ്റെ വചനം കേൾക്കുകയും ചെയ്യുമ്പോൾ വിറക്കുകയും ചെയ്യുന്നതിനെയാണ് ഞാൻ അനുഗ്രഹിക്കുന്നതെന്ന്. എളിമയോടെ നിൽക്കുക, താഴ്മയോടെ നിൽക്കുക, അനുതാപത്തോട് കൂടെ നിൽക്കുക. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അണ്ടർലൈൻ, ശ്രദ്ധാലുവാണ്. കർത്താവ് നിങ്ങളുടെ എല്ലാ ഉത്കണ്ഠകളിലും, നിങ്ങളുടെ എല്ലാ വേദനകളിലും, നിങ്ങളുടെ എല്ലാ ഞെരുക്കങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. മത്തായി ശ്ലീഹ പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ ഓരോ തലമുടി ഇഴ കൊഴിയുന്നത് ഞാൻ അറിയുന്നു. കർത്താവ് അത്രയും ശ്രദ്ധാലുവാണ്. മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും കർത്താവ് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് സന്തോഷിക്കാന്നേ, നമ്മൾ ശ്രദ്ധിക്കുന്നൊരു ദൈവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നിരാശപ്പെടുകയോ ആകുലപ്പെടുകയോ പ്രത്യാശയില്ലാത്ത അവസ്ഥയിലോ ആയിപ്പോകരുത്. കർത്താവ് വളരെയധികം ശ്രദ്ധാലുവാണ് എൻ്റെയും നിൻ്റെയൊക്കെ കാര്യത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. യെശയ്യാ 41:10. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്ത് കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. കർത്താവിൻ്റെ കരം വിജയകരമായിട്ടൊരു കരമാണ്. ഈ ഭൂമിയിൽ ആർക്കും, ഒരു സാത്താനും ഒരു പിശാചിനും അവൻ്റെ ഒരു കുതന്ത്രങ്ങൾക്കും അവൻ്റെ ഒരു കോട്ടകൾക്കും അവൻ്റെ ഒരു നുണകൾക്കും അവൻ്റെ ഒരു ചതിക്കുഴികൾക്കും കർത്താവിൻ്റെ വിജയകരമായ കരത്തെ തകർക്കാൻ പറ്റില്ല. കർത്താവിൻ്റെ വിജയകരമായ കരം നിന്നെ താങ്ങി നിർത്തുമെന്നേ. നിൻ്റെ എല്ലാ പ്രതിസന്ധികളിലും നിൻ്റെ എല്ലാ വേദനകളിലും കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവും. യെശയ്യാ 41:13. നിൻ്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്നെ വലത്ത് കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കർത്താവ് നിന്നെ സഹായിക്കും. ഈ ഭൂമിയിൽ ആരും നിന്നെ സഹായിച്ചില്ലെങ്കിലും അച്ഛൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് അച്ഛൻ പറയാണ്, ദൈവം നിങ്ങളെ സഹായിക്കും. ഈശോ അനുഗ്രഹിക്കട്ടെ.